ഹായ് ഗായ്സ്, ഞാൻ നൂറാഷൻ. അപ്പോൾ ഇന്ന് നമുക്കൊരു കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡിയാക്കിയാലോ. കല്യാണത്തലേന്നൊക്കെ റെഡിയാക്കുന്ന മീൻകറിയാണ് ഇത്. ഒരാഴ്ച വരെ ഇത് കേടുകൂടാതെ സൂക്ഷിക്കാം കേട്ടോ. എന്നും തിളപ്പിച്ച് വെച്ചാൽ മാത്രം മതി. അതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക്, ഉലുവ, കറിവേപ്പില ഒക്കെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ആദ്യം കടുക് ഇട്ട് കൊടുത്തു, പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുക, ഇനി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇഞ്ചി ഞാൻ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. വെളുത്തുള്ളി 2 കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു മീൻകറി നമുക്ക് കേടാവാതെ ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിക്കാം കേട്ടോ. ഇതിൽ നമ്മൾ തക്കാളിയോ ചെറിയ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. കേടായി പോവാതിരിക്കാനാണ് കേട്ടോ ഇത് ചേർക്കാത്തത്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻകറിയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. മുളക് കുറച്ചുകൂടി ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം സ്റ്റൗ ഓണാക്കിയാൽ മതി. ഇനി ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. പുളിയും പുളിവെള്ളവും കൂടിയാണ്, കുടംപുളിയാണ്. പുളി കുതിർക്കാൻ ഇട്ടിട്ടുള്ള വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതുണ്ടല്ലോ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. തിളപ്പിച്ച വെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സ് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് മീനിടാനായിട്ട്. ഞാനിപ്പോൾ കഴുകി വാരി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കേര മീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഞാൻ ചേർത്തത് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റട്ടെ. ഞാൻ ആദ്യം ഇട്ട ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ കിടന്ന് വറ്റട്ടെ കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇറക്കാൻ നേരം ആകുമ്പോൾ കുറച്ച് ഉലുവാപ്പൊടിയും പച്ച വെളിച്ചെണ്ണയും ഒഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന മീൻകറി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ വറ്റിച്ചെടുക്കുന്നില്ല, കുറച്ചുകൂടി വറ്റിച്ച് വെക്കാം കേട്ടോ. എനിക്ക് ഒറ്റ ദിവസത്തേക്കാണ്, അതുകൊണ്ട് ഞാൻ വറ്റിച്ചെടുക്കുന്നില്ല കേട്ടോ. കുറച്ചുകൂടി വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി മീൻകറിയാണേ. ഇത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇത് കേടായി പോവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,